ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ CA വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെ വീണ്ടും മറ്റൊരു ഫ്രീ വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ദിനേന എന്നോണം ഇത്തരത്തിലുള്ള സൗജന്യ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നതിൽ വിംബിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിന് സമയം മാറ്റിവെച്ച് അത് കാണണം, മനസ്സിലാക്കണം, പഠിക്കണം. അത് നമ്മളിലും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലും അതിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്ന ആഗ്രഹം നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ളതിലും പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ നമുക്ക് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു ആശ്വാസം നമുക്ക് നൽകാൻ സാധിക്കും, അതല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നൽകാൻ സാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വന്നതുപോലെ തന്നെ പാനിക് അറ്റാക്ക് എന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ, എന്താണ് പാനിക് അറ്റാക്ക് എന്നായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒരു ദിവസം കൊണ്ട് പാനിക് അറ്റാക്കിനെ കുറിച്ച് കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഇന്ന് നമ്മൾ എന്താണ് പാനിക് അറ്റാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഇന്റർവെൻഷൻ, അതിന്റെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വരുന്ന വെബിനാറുകളിൽ, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നടത്തുന്ന വെബിനാറുകളിൽ ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഫാക്കൽറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള സുപരിചിതയായിട്ടുള്ള വർഷ മാം ആണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, അതേപോലെ തന്നെ വിംബിൾ അക്കാദമിയിലെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് അടക്കമുള്ള ഏകദേശം ഒരുപാട് കോഴ്സുകൾ മാം ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനിയായിട്ടുള്ള വർഷ മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Okay. Hi, all. Good evening. Good evening, ma'am. Good evening. Good evening. Good evening. Good evening. കുറെ പേരൊക്കെ പരിചയമുള്ളവരെ കാണുമ്പോൾ തന്നെ സന്തോഷം. അപ്പോ ഇന്ന് നമ്മള് പാനിക് അറ്റാക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോണേ. സാറ് പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു സ്റ്റാർട്ടിങ്, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം. അപ്പൊ ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ അല്ലെ. അപ്പോ പാനിക് അറ്റാക്കിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും നമ്മൾ തുടങ്ങാം ഇന്ന്. പിന്നെ അതിന്റെ ഇന്റർവെൻഷൻസ് എങ്ങനെ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത്. ഓക്കെ, ഇപ്പൊ തെറാപ്പി സൈഡ് നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് വേണം ചെയ്യാൻ. അതല്ലാതെ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു എപ്പിസോഡ്സ് വരുമ്പോഴത്തേക്കും അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വെബിനാർസിലായിരിക്കും നമ്മൾ ചെയ്യുക. അതുപോലെ പാനിക് ഡിസോർഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന വെബിനാർസിലായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ പാനിക് അറ്റാക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോണേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് ഫിയറും ആങ്സൈറ്റിയും പാനിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്താ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡേഞ്ചർ വരുമ്പോൾ, റിയൽ ആയിട്ടുള്ള ഒരു ഡേഞ്ചർ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ ഫിയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ്, ഒരു റെസ്പോൺസ് ആണ്. ഇപ്പൊ നമ്മളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോവാ. അപ്പൊ നടന്നു പോണ സമയത്ത് ഓപ്പോസിറ്റ് നിന്ന് ഒരു വണ്ടി ഭയങ്കര സ്പീഡിൽ വരാന്ന് വിചാരിച്ചു നമ്മൾ എന്താ ചെയ്യാ? നമ്മളപ്പൊ തന്നെ അവിടുന്ന് ഒന്നല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചാടും അല്ലേ? അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് അവിടെ ഫിയർ ആക്ച്വലി അവിടെ വർക്ക് ചെയ്തത് അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും? നമ്മൾ നടക്കുന്ന ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ തന്നെ നമ്മളെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി അല്ലെ? നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ചാടാണ്. പെട്ടെന്നുള്ളൊരു റെസ്പോൺസ് ആണ് ആ സമയത്ത് ഉണ്ടാവുക അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? ഫിയർ എന്ന് പറയാ. അതുപോലെ ഇപ്പൊ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? പാമ്പിനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? പെട്ടെന്ന് മാറിപ്പോ ഓടിപ്പോ. ഓടിപ്പോവും. ചിലപ്പോ നമ്മൾ തലയിറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതെ. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഒരു ഫിയറിനോടുള്ള ഒരു റിയൽ ഡേഞ്ചറിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് എന്ത് വരണേ? ഈ ഫിയർ വരുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ ഫിയർ നല്ലതാണ് അല്ലേ? കാരണം എന്താ, നമുക്ക് അങ്ങനെ ഒരു പേടി നമുക്ക് ഉള്ളപ്പോഴാണ് ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് തോന്നാം ഇല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം വരാണ്, ഇപ്പൊ ഒരു കാര്യത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരും, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഫിയർ ഉള്ളത് കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ടായിരിക്കും അതിന് പ്രിപ്പയർ ആവുന്നതൊക്കെ അല്ലെ? അപ്പൊ റിയൽ ഡേഞ്ചറിന് റെസ്പോൺസ് ആയിട്ടാണ് ഫിയർ വരാ. ചില സമയത്ത് ഫിയർ എങ്ങനെയാ? നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് തന്നെയാണ് നമ്മളിൽ ആക്ട് ചെയ്യണേ. പിന്നെ വരുന്നതാണ് ആങ്സൈറ്റി. അപ്പൊ ആങ്സൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു വെറീനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കുറച്ചും കൂടി എന്താ പ്രൊലോങ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു വെറിയാണ് നമ്മൾ എന്താ ആങ്സൈറ്റി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ത്രെറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക, നാളെ എന്തായിരിക്കും സംഭവിക്കുക, മറ്റന്നാൾ എന്തായിരിക്കും, അല്ലെങ്കിൽ നാളെ ഇതുപോലെ ആയിരിക്കും നമ്മൾ വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് എന്തായിരിക്കും? നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. നമ്മൾ വെറി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നാളെ ഒരു ജോബ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യാ? അയ്യോ അതെന്തായിരിക്കും, നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോണെ? എനിക്ക് എന്തായാലും അത് ഫെയിൽ ആവുമെന്നാ തോന്നുന്നത്, എന്റെ കരിയർ ലൂസ് ആവും, എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ആ ഒരു രീതി. അപ്പൊ ഇതും ചില സമയത്ത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എക്സസീവ് ആയിട്ട് ആങ്സൈറ്റി വരുമ്പോഴേക്കും അതിന്റെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും അത് സംബന്ധമായിട്ട് വരാറുണ്ട്. ഉറക്കക്കുറവും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇല്ലായ്മയും അവോയ്ഡൻസ് ഒക്കെയും ഈ ആങ്സൈറ്റി പ്രൊലോങ്ഡ് ആയിട്ട് വരുമ്പോൾ, പ്രൊലോങ്ഡ് വെറി ആകുമ്പോഴേക്കും അങ്ങനെ വരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പാനിക് ആണ്. അപ്പൊ പാനിക് എന്ന് പറയുമ്പോഴേക്കും ഒരു സഡൻ ആയിട്ടുള്ള, ഓക്കെ, ചിലപ്പോൾ ആ സമയം അവിടെ ഒരു റിയൽ ത്രെറ്റ് ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു സഡൻ ആയിട്ടുള്ള ഒരു ഇന്റൻസ് ഫിയർ ആയിരിക്കും ഈ സമയത്ത് നമുക്ക് വരാം. ഓക്കെ, നമ്മളിങ്ങനെ ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ചെസ്റ്റിൽ ഒരു ടൈറ്റ്നെസ് പോലെ ഫീൽ ചെയ്യാ, എന്തോ തല കറങ്ങുന്ന പോലെയാണോ തോന്നണേ, എന്തോ വല്ലാത്തൊരു അവസ്ഥയാണ്, ഉള്ളിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രയാസം പോലെയൊക്കെ തോന്നാണ്, ഒരു ഇന്റേണൽ സർജ് പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പാനിക് എന്ന് പറയാം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാട്ടോ. അപ്പം ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ നമ്മൾ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ വരുമ്പോഴത്തേക്കും അതിനോട് റെസ്പോൺസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ? നമ്മുടെ ബോഡീനെ ആക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിയർ എന്ന് പറയാം. ആങ്സൈറ്റി എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാ? പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു വെറിയാണ് അല്ലെ? അൺസർട്ടൺ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇവന്റ്സ് വരുന്നതിനെ കുറിച്ചിട്ടുള്ള വെറീസ് ആണ് ആങ്സൈറ്റിയിൽ വരാം. പാനിക് ആകുമ്പോഴേക്കും ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇന്റൻസ് ഫിയർ ആണ് പാനിക്കിൽ ഫീൽ ചെയ്യണേ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി പണ്ടൊക്കെ ഈ പാനിക് എന്നാവുമ്പോഴേക്കും അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് വന്നത്, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നുള്ള ഒരു ടേം വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏൻഷ്യന്റ് ഗ്രീസ് ആ ഒരു
സ്ഥലത്ത് പണ്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഗോഡ് ഉണ്ടായിരുന്നു. പാൻ എന്നാണ് ഈ ഗോഡിന്റെ പേര്. ഓക്കെ, പാൻ എന്നായിരുന്നു. അപ്പൊ അത് ഗോഡ് ഓഫ് ഫിയർ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, ഗോഡ് ഓഫ് ഫിയർ. ഓക്കെ, അപ്പോ അതില് ഈ പെട്ടെന്ന് ഇപ്പൊ അവര് ഒരു ഫോറസ്റ്റിലൂടെ ഒക്കെ നടന്നു പോവാണെങ്കിൽ പെട്ടെന്ന് ഒരു ടെറർ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അവര് വിചാരിക്കുക ഓക്കെ ഈ പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡ് അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല വ്യൂസും ഈ പാനിക് അറ്റാക്ക് വരുമ്പോഴേക്കും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മിക്കപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ഇതിനൊരു സ്പിരിറ്റ് അറ്റാക്ക് ആയിട്ടും ഒരു നെഗറ്റീവ് എനർജി ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിറ്റിന്റെ പൊസഷൻ ആയിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഈവൻ റൂറൽ ഇന്ത്യയിലൊക്കെയും ഒരു സ്പിരിറ്റ് അറ്റാക്ക് ആയിട്ട് തന്നെയാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു മോഡേൺ വ്യൂവിൽ വന്നപ്പോഴേക്കും പാനിക് അറ്റാക്ക് ഒരു ബോഡീന്റെ അലാം സിസ്റ്റം മിസ്ഫയർ ചെയ്താണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ഇല്ലാത്ത സമയത്തും എന്താണ് പെട്ടെന്നുള്ള ഒരു ബോഡീന്റെ ഒരു അലാം സിസ്റ്റം അത് വർക്കിംഗ് ആയതാണെന്നുള്ളത് പിന്നീടുള്ള ഒരു മോഡേൺ വ്യൂവിൽ അങ്ങനെയാണ് പാനിക് അറ്റാക്കിനെ കുറിച്ചിട്ട് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നത്. അപ്പോൾ അതിന്റെ കാരണം ഒരു സൂപ്പർ നാച്ചുറൽ കോസസ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നേരത്തെ എങ്ങനെയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ പണ്ട് സ്പിരിച്വൽ അറ്റാക്ക് ആയിട്ടാണ്. ഇപ്പൊ ഒരു ഹാർട്ട് പ്രോബ്ലം ആണെങ്കിലും ഈ അർബൻ ആയിട്ടുള്ള പ്ലേസസിലൊക്കെ കൂടുതലും അതൊരു സ്പിരിറ്റ് അറ്റാക്ക് ആണ്, പൊസഷൻ ആണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മോഡേൺ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ പാനിക് അറ്റാക്ക് നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരു ഇന്റേണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ബോഡീന്റെ അലാറം സിസ്റ്റം മിസ്ഫയർ ആവുന്നതാണ്. റിയൽ ഡേഞ്ചർ ഇല്ലാതെ വരുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു വേറെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് ആ ബോഡിയിലൂടെ വന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, ഇനി പാനിക് അറ്റാക്ക് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിയർ ആയിരിക്കും ആ സമയത്ത് വരാം. ഇന്റൻസ് ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിൽ എത്ര പേർക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ കുറേ നമുക്ക് ഇതുപോലത്തെ ആളുകൾ അവരുടെ എക്സ്പീരിയൻസസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനും ഒരു തവണ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നുള്ളൊരു ഇന്റൻസ് ഫിയർ ആയിരിക്കും. നമ്മളൊരു പോയിന്റ് എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഒരു റിയൽ ഡേഞ്ചർ ഇല്ല, ആ ഒരു ടൈമിലായിരിക്കാം മേ ബി എന്ത് ചെയ്യുക ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിയർ വരും, ഇന്റൻസ് ആയിട്ടൊരു ഡിസ്കംഫേർട്ട് പോലെ ഫീൽ ചെയ്യാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. പിന്നെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോളം ഇതിങ്ങനെ പതുക്കെ ഇതിങ്ങനെ ഇന്റൻസിറ്റി കൂടി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ചില സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ മരിക്കാൻ പോവാണ് എന്നുള്ളൊരു തോന്നലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. കാരണം ഇത് ആദ്യത്തെ തവണയൊക്കെ വരുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഇതിനെപ്പറ്റി അറിയില്ല. അങ്ങനത്തെ ഒരു ടൈം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കരുതുക ഇത് ഞാന് മരിക്കാനായിട്ട് പോവാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന രീതിയിലാണ് അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുക. കാരണം നമ്മൾ പൊതുവെ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കാം മേ ബി നമുക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ കരുതുക ഇപ്പൊ എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവാണ്. കാരണം ആ ഒരു പോയിന്റിൽ നമുക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേന്ന് അറിയാൻ കഴിയുന്നില്ല. ഓക്കെ, നമുക്ക് പറയണം എന്നുണ്ട് എനിക്ക് ഇതുപോലെയാണ് ഫീൽ ചെയ്യണത്, എന്റെ കയ്യിൽ ഇങ്ങനെയുണ്ട്, എന്റെ ചെസ്റ്റിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ ശ്വാസം ഇങ്ങനെയാണ്. പക്ഷെ ഇത് ആ സമയത്ത് കറക്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അല്ല, ഇത് എങ്ങനെ നമുക്ക് കറക്റ്റ് രീതിയിൽ കൺവേ ചെയ്യാന്നുള്ളത് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാവാം. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് അങ്ങനെ വല്ലാണ്ട് ബോഡിയിൽ ഇത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലായിരിക്കും. നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ടാണ് ഫസ്റ്റ് പോവുക. കാരണം നമുക്കറിയില്ല ഇതെന്താന്നുള്ളത്, ഇല്ലേ? നമുക്ക് ഒരിക്കലും എന്താ പറയാ, അപ്പൊ നമുക്ക് ഓൾറെഡി എപ്പോഴും പാനിക് അറ്റാക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അവർക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം ഇതെന്റെ പാനിക് അറ്റാക്കിന്റെ എപ്പിസോഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അത് എക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതെന്താ ചില ആളുകളെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും വരിക. അപ്പൊ അവർക്ക് കൺഫ്യൂസിങ് ആണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള അവരുടെ ബോഡിയിൽ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടേ പറ്റുള്ളൂ. കാരണം ടെസ്റ്റിലൂടെയാണ് ഏതാണെന്നുള്ളത് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക, അല്ലെ? അപ്പൊ ഈ ഒരു സമയം നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, എന്റെ കാര്യം കഴിഞ്ഞു,
ഞാൻ മരിക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോകണം എന്ന് തോന്നും ആ സമയം. അപ്പൊ ഒറ്റയ്ക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ എന്തായിരിക്കും, ഫോൺ എടുക്കാൻ നോക്കും ഇല്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ ഫോൺ എടുക്കുക, ആരെ വിളിക്കുക, ആംബുലൻസ് വിളിക്കണം, ഹോസ്പിറ്റൽ നമ്പർ എങ്ങനെ എടുക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി മാറില്ലേ എന്നുള്ളൊരു തോന്നല്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അപ്പോ ഇത് കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു പീക്കിലായിരിക്കും നമുക്ക് വരാ. പീക്കിൽ വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറിപ്പോകുന്നത് കാണാം. ഇപ്പൊ നമ്മള് പാനിക് അറ്റാക്ക് വരുന്ന ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴും അവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു, ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട്, വന്നിട്ട് ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെ അതിനെ ഇപ്പൊ അത്രയും പേടിക്കാതിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറച്ച് അറിയാൻ തുടങ്ങി. അപ്പൊ എനിക്കത് വരുമ്പോ തന്നെ എന്റെ തോട്ട് ആ സമയം ഇതാണെന്നുള്ളത് എന്നെ മനസ്സിലാക്കി തരുമ്പോ കുറച്ചും കൂടി എനിക്ക് ഞാൻ സേഫ് ആണെന്നുള്ള തോന്നൽ വരും. അപ്പൊ നമ്മളിവിടെ പാനിക് അറ്റാക്ക് വരുന്ന ആളുകളെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം അവര് സേഫ് ആണെന്ന് അവരെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് ഇന്റർവെൻഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ട്ടോ. അപ്പൊ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റൻസ് ആയിട്ടായിരിക്കും ആ ഒരു ഫിയർ വരാ, ഒരു ഡിസ്കംഫേർട്ട് വരാ. എന്താ പറയാ, ഒരു സഡൻ ആയിട്ട് ഒരു സ്റ്റോം ഒക്കെ നടക്കില്ല, അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്റ്റോം പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പൊ ലൈഫ് ത്രെറ്റനിങ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ആണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ആക്ച്വലി നമ്മൾ ആ സമയത്ത് സേഫ് ആണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും തോന്നിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എവിടെ വെച്ച് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം, വീട്ടിൽ വെച്ചിട്ടായിരിക്കാം, ഉറങ്ങുന്ന സമയത്തായിരിക്കാം, പല സമയത്തും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇത് വന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ തന്നെ പറയും, ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് പാനിക് അറ്റാക്ക് ആണെന്നുള്ളത് ഡോക്ടേഴ്സ് നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്റ്റാർട്ടിങ് രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു 5-10 മിനിറ്റോളം ആയിരിക്കും ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുക. അതിനുശേഷം അത് കുറഞ്ഞു വരും. പക്ഷെ ആ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ അതിന് എന്തൊക്കെയാണ് ആ സമയത്ത് ഫീൽ ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാന്നുള്ളത്? ഓക്കെ മാം, കിട്ടി. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊരു റീസൺ വേണമെന്നൊന്നുമില്ല അല്ലെ? ആ പെട്ടെന്ന് ഇല്ല ഇല്ല, സഡൻ റീസൺ പെട്ടെന്ന് വേണം. വരും. ആ ഓക്കെ, സോ നെക്സ്റ്റ് ഈ സമയത്ത് നമ്മളെ ബോഡി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നാണ്. അപ്പൊ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി കൂടി നമുക്ക് തന്നെ അറിയുന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മളിത് വരും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഫസ്റ്റ് എടുത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ ഒരു സമയത്ത് ജസ്റ്റ് ഒരു വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് പതുക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങാണ്. നമ്മൾ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ലല്ലോ. പതുക്കെ ഈ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ, ശ്വാസം കിട്ടാത്ത പോലെ തോന്നാം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരാളിൽ വരണം എന്നില്ല. ഓരോ ആളുകൾക്കും വരുന്നതിന്റെ ഇന്റൻസിറ്റിയും വ്യത്യാസമായിരിക്കും. അപ്പൊ ബ്രീത്ത് കിട്ടാത്ത പോലെ തോന്നാ, നമുക്കിങ്ങനെ ശ്വാസം എന്തോ ഒരു ശ്വാസം കിട്ടുന്നത്, നമ്മളപ്പോ ഇങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളൊരു ഇതിലായിരിക്കും. ആ സമയത്ത് തന്നെ നമുക്ക് ചെസ്റ്റിൽ ഒരു പെയിന് വരുന്ന പോലെ തോന്നും, ഒരു ടൈറ്റ്നെസ് നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ എന്തോ ഒരു, എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയുന്ന പോലെ, നമ്മൾ വലിഞ്ഞു മുറുകില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും കാണാം നമ്മളെ കൈയും കാലൊക്കെ വിറച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ഒരു വിറയല് പോലെ ഉണ്ടാവും. പിന്നെ തല കറങ്ങുന്ന പോലെ, നമ്മളിപ്പോ വീഴും എന്നുള്ള തോന്നല, എനിക്ക് എന്താ ഒരു ഫെയിന്റിങ് ഫീലിംഗ് ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. ഞാനിപ്പോ ഇവിടെ വീഴും, കാരണം നമുക്ക് പറ്റുന്നില്ലാത്ത പോലെ തോന്നാ. ആ സമയത്ത് തന്നെ ഛർദിക്കാൻ വരുന്ന പോലെ തോന്നാ, ഭയങ്കരമായിട്ടുള്ളൊരു വോമിറ്റിംഗ് ടെൻഡൻസി പോലെയൊക്കെ വരാം. പിന്നെ സ്റ്റൊമക് ഡിസ്കംഫേർട്ട് വരാം. അപ്പൊ ആ സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, ചിലപ്പോൾ ഇത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു, അതേ രീതിയിലായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പായ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും നമ്മളുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാവുക. പിന്നെ ആ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പെട്ടെന്ന് എന്തോ ഒരു ചൂട് വരുന്ന പോലെയാണോ അല്ലെങ്കിൽ ഒരു തണുപ്പ് വരുന്ന പോലെയാണ്. അപ്പൊ അത്രയും നേരം നമുക്കത് അറിയുന്നില്ല. പക്ഷെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും പെട്ടെന്നുള്ളൊരു എന്താ പറയാ, ഈ ഫ്ലാഷ് അടിക്കുന്ന പോലെ ഒരു സഡൻ ആയിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ പെട്ടെന്നൊരു ചൂടും അതുപോലെ ഒരു ചിൽ ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ സമയം ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഈ ഒരു എപ്പിസോഡ് വന്ന സമയത്ത് എനിക്ക് വന്ന ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫസ്റ്റ് വന്നൊരു രീതി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആയ പോലത്തെ ഫീൽ. അപ്പൊ ഞാനിത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഓൺ ആയിട്ട് ഒരു പ്രാവശ്യം ഫീൽ ചെയ്തത് കൊണ്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ പറയും, നിങ്ങൾക്കൊക്കെ എന്താ, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, എല്ലാവരും ഹ്യൂമൻസ് ആണ്, എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ? എല്ലാവർക്കും ഇപ്പൊ ഈവൻ ഡോക്ടേഴ്സിനാണെങ്കിലും ഡോക്ടേഴ്സല്ലേ നമ്മളെ ട്രീറ്റ് ചെയ്യുക, പക്ഷെ ഡോക്ടേഴ്സിന് പനി വരാതിരിക്കുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ എല്ലാവർക്കും വരുന്ന കാര്യങ്ങൾ തന്നെയാ. ആ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ എനിക്ക് വന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഉറങ്ങുന്ന സമയത്തായിരുന്നു ഇത് വന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കിത് ഫസ്റ്റ് വന്നത് ഞാൻ ഉറങ്ങുന്ന ടൈമായിരുന്നു. അപ്പൊ ഉറങ്ങുന്ന ടൈമില് എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കണ്ണുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ഫീല്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളതാ. അപ്പൊ എനിക്ക് ആ കണ്ണ് തുറന്ന സമയത്ത് എനിക്ക് ശ്വാസം ഉണ്ട്, പക്ഷെ എന്റെ ത്രോട്ടിലാണ് ആദ്യമായിട്ട് എനിക്ക് എന്തോ ഫീൽ ചെയ്യണേ. ഇതുവരെയും ഇല്ലാത്ത, ഇപ്പൊ ഇത്രയും വർഷം എനിക്കില്ലാത്ത എന്തോ ഒരു ഫീലിംഗ്. ത്രോട്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോയിട്ട് നമുക്ക് ഒരു ഭയങ്കര ഡ്രൈ. ഓക്കെ, ചെറിയ ഡ്രൈനെസ് പോലെ അല്ല, ഭയങ്കരമായിട്ടൊരു ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്യും. അപ്പൊ പെട്ടെന്ന് ഞാൻ കിടന്നെടുത്തുനിന്ന് എഴുന്നേക്കുക. അപ്പൊ ആദ്യം ഈ തൊണ്ടയിലുള്ളൊരു കാര്യമാണല്ലോ, അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നപ്പോ ഈ തൊണ്ടയിലാണല്ലോ ഫസ്റ്റ് എനിക്ക് ഡ്രൈനെസ് വന്നത്. പതുക്കെ എനിക്കിങ്ങനെ ഇതെങ്ങനെ പറയണം എന്നറിയില്ല. അപ്പൊ എന്റെ പാരന്റ്സിനോട് എനിക്കിത് പറയണമല്ലോ, പക്ഷെ എനിക്കിത് പറയാൻ പറ്റണില്ല. ത്രോട്ടിൽ ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് എന്റെ ഹാർട്ട് ബീറ്റ് ഞാൻ അറിയാൻ തുടങ്ങി. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ കൂടിക്കൊണ്ടിരിക്കുന്ന സമയം അതിനോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നതെന്ന് ഓർക്കാം. ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് അങ്ങനെ വരും, പക്ഷെ ഇതിന്റെ ഇന്റൻസിറ്റി എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും നമുക്ക് വരാം. അപ്പൊ ആ സമയത്ത് പിന്നെ എനിക്ക് ഇതുപോലെ സ്റ്റൊമക്ക് ഒരു ഡിസ്കംഫോർട്ട് പോലെ തോന്നി. എനിക്ക് ആ വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഫീൽ എനിക്ക് വന്നില്ല. അതിനുശേഷം എനിക്ക് ചെസ്റ്റ് ഏരിയയിലൊക്കെ ഈ ഒരു ഡ്രൈനെസ് പോലെ തോന്നാൻ തുടങ്ങി. ഓക്കെ, ശരിക്കും അങ്ങനത്തെ ഒരു ഡ്രൈനെസ് ചെസ്റ്റ് ഏരിയയിൽ ഫീൽ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. അതൊരു മെഡിക്കൽ സൈഡിൽ നിന്ന് ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞു തരേണ്ടി വരും. എന്നാലും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുശേഷം എന്റെ ക്ലയൻസിന് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതും അവർക്കും ഹെൽപ്പിംഗ് ആയിട്ടുണ്ട്. അപ്പൊ അവരും പറഞ്ഞൊരു കാര്യം, എന്തോ ഒരു വരണ്ട ഫീലിംഗ് ആണ് നമുക്ക് ത്രോട്ടും പിന്നെ നമ്മളുടെ ചെസ്റ്റിന്റെ ഒക്കെ അവിടെ, നമ്മുടെ ഉള്ളില് നമ്മളെ ഹാർട്ടിൽ എവിടേക്ക് ഒരു ഡ്രൈനെസ് പോലെ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് അതേപോലത്തെ ഒരു കാര്യമാണ് നമുക്ക് വരണേ. പിന്നെ നോക്കുമ്പോഴേക്കും നമ്മളുടെ കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഷെയ്ക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഒരു എക്സ്റ്റേണൽ എന്നുള്ള രീതിയിലല്ല, ആദ്യം നമുക്കിത് തോന്നാ ഇന്റേണലി ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഇതുപോലെയല്ല കേട്ടോ. ചിലപ്പോ ആരെങ്കിലും അത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോ എനിക്ക് ഫീൽ ചെയ്തതാണ്, എനിക്ക് ആദ്യം അതൊരു ഇന്റേണൽ സെൻസേഷൻ ആയിട്ട് തോന്നി. നമ്മളിങ്ങനെ കൈ വറക്കില്ലേ, അത് തന്നെ എനിക്ക് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ സമയത്ത് എന്റെ പാരന്റ്സ് എഴുന്നേറ്റു. ഇപ്പൊ പാരന്റ്സ് എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമില് എന്താ, എനിക്ക് ഷേക്കിംഗ് ഉണ്ട്, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്റെ കൈ പുറമെ അത് കുഴപ്പമില്ലാണ്ടിരിക്കുക, പക്ഷെ എനിക്ക് ഇന്റേണലി എന്റെ കൈയും കാലൊക്കെ വിറക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അപ്പൊ ഇത് ആദ്യം ഇന്റേണലി ഫീൽ ചെയ്തു, പിന്നെ അത് പുറത്തേക്ക് ആ ഒരു ഷേക്കിങ് വന്നു. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ടൈമില് എനിക്ക് ആദ്യം തണുപ്പാണ് വന്നത്.
ഓക്കെ, ഫുൾ ബോഡി ഒരു വല്ലാത്തൊരു തണുപ്പ് വരാൻ തുടങ്ങി. അപ്പൊ തണുപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടുവായ ഇടാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഉറങ്ങായിരുന്നല്ലോ, പക്ഷെ ഉറക്കത്തിന്റെ അല്ല, നമുക്ക് ആ ഒരു ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നോക്കാം, ശ്വാസം ഉണ്ടോ ശ്വാസം ഇല്ലേന്നൊക്കെ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ചിരിച്ചു പറയുന്നുണ്ട്, പക്ഷെ ആ സമയം ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, കൂട്ടുവായ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. കാരണം അങ്ങനെ ഇടുമ്പോ കുറച്ച് ആശ്വാസം ഉണ്ട്, അപ്പൊ കുറച്ച് എയർ എനിക്ക് കിട്ടിയ പോലത്തെ തോന്നല. ഇപ്പൊ തന്നെ ജനലൊക്കെ തുറന്നിട്ട് കാറ്റ് വരട്ടെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ആ സമയത്തുള്ള ആ ഒരു കാര്യം. അപ്പൊ എയർ വരുന്നത്, ആ ഒരു എയർ കേറുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ കുറച്ചും കൂടി ഒരു ഓക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. അപ്പൊ ആ സമയം എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ഉണ്ടാവും വെളുപ്പിന്, ആ ഒരു ടൈമിലാ. അപ്പൊ ഹോസ്പിറ്റലിൽ പോണം. അപ്പൊ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ എന്താ ചെയ്യാ, കാരണം എനിക്കറിയാം ഇങ്ങനത്തെ കാര്യമാണ് എനിക്ക് വന്നേക്കുന്നതെന്നുള്ളത്, പക്ഷെ ആദ്യമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്തിന്റെ ആണെന്ന് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു 5 മിനിറ്റത്തോളം നേരം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഇന്റൻസ് ആയിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചൊക്കെ. എന്ന് വെച്ചാൽ പറയുമ്പോ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല, പക്ഷെ ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതുപോലുള്ള ഒരു കാര്യം അതിൽ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ കൈയും കാലും, ആക്ച്വലി എന്റെ കൈയും കാലും മര്യാദക്ക് തന്നെയാണ് ഉള്ളത്, നോർമൽ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറ്റാന്ന് വെച്ചാൽ നമുക്കൊരു അൺകൺട്രോളബിൾ ഫീല് വരാണ്. അതൊക്കെ ഈ ഫിസിക്കൽ ഈ സിംറ്റംസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു അൺകൺട്രോളബിൾ രീതിയിൽ നമുക്ക് കൈയും കാലൊക്കെ പോകുന്ന രീതിയിൽ നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ ഫിംഗേഴ്സിന്റെ അവിടെ ഇങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്ന പോലെ തോന്നാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മള് ചുണ്ടിന്റെ അവിടെ ഇങ്ങനെ ഷിവറിങ് വരുന്ന പോലെ. ഇതെല്ലാം ഒരു പീക്ക് ലെവലിലാണ് വന്നത്. അതിനുശേഷമാണ് അത് മാറി തുടങ്ങിയത്. അപ്പൊ ഫസ്റ്റ് ഇത് വന്നു, ആദ്യം എഴുന്നേറ്റ ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ ഒരു ഇന്റൻസ് ആയിട്ട് തന്നെ വന്നു. ഞാൻ കുറെ നേരം ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട്, ഞാൻ പോയിട്ടല്ല തുറന്നത്, പാരന്റ്സ് തുറന്നു, ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ബാക്ക് ടു നോർമലായി. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ വന്നേ, എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പൊ ആക്ച്വലി ഞാനൊന്നും ആലോചിക്കുന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ സഡൻ ആയിട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്ത് സഡൻ ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് അതിനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരുന്നില്ല, വർക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഉറക്കം കുറച്ച് ലേറ്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് അതിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ സമയത്ത് അപ്പൊ അവര് പറയുന്ന രീതി, ഇപ്പൊ ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ അവർ ചോദിക്കുന്ന നീ എന്തോ ഇപ്പൊ ചിന്തിച്ചിട്ടാണ് നിനക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ ഇപ്പോ അവര് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോഴും കുറെ പേര് ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖമാണെന്നുള്ള രീതിയിലും ഡോക്ടേഴ്സ് അല്ല, അതല്ലാതെ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ട്. എന്റെ കാര്യത്തിലല്ലെങ്കിലും എന്റെ ക്ലയൻസ് പറഞ്ഞ് എനിക്കറിയാവുന്നത്, അവർക്കിത് വരുന്ന സമയത്ത് ഇവർ ഓൾറെഡി ഒരു ഇന്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും കൂടിയിട്ട് ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ആളെ ശ്രദ്ധിക്കുന്നില്ല, അവര് ചുറ്റും ഡിസ്കഷൻ ആണ്. ഇത് ഏതായിരിക്കും, ഇത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കോ, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ പോവായിരിക്കോ, അപ്പൊ ഇവർക്കും എന്താ പറ്റുക, ചുറ്റുമുള്ളവരും ഡിസ്കഷൻ ആണ്, അവരും ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു ബ്ലാങ്ക് സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെയാണ് വന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വന്നത് ഒരു 5 മിനിറ്റത്തോളം ആണ് നിന്ന്, 5 മിനിറ്റ് ഒരു 6 മിനിറ്റത്തോളം നിന്നു. അതിനുശേഷം അതെല്ലാം മാറി. അതിനുശേഷം ഞാൻ ഓക്കെ ഇപ്പത്തേക്ക് ഓക്കെ. അപ്പൊ എനിക്കത് മനസ്സിലായി, ഇതാണ് വന്നു പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്റെ ആ ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ അത് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആയിരുന്നു എനിക്ക് കാണിച്ചിരുന്ന ഫിസിക്കൽ സിംറ്റംസ്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്, എങ്ങനെയാ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നതെന്നുള്ളത്? ഓക്കെ, മനസ്സിലായി മാം. ഓക്കെ, ഓക്കെ പിന്നെ മാം. ഓക്കെ, അപ്പൊ ഇത് നമ്മള് ഈ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ, ഫിസിക്കലായിട്ട് വരുന്ന കാര്യല്ലേ പറഞ്ഞേ. ഇത് മാത്രല്ല, നമുക്ക് ഫിസിക്കലി വരും, എല്ലാം കൂടി ഒരുമിച്ചാണ് വരാം അല്ലെ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞ് ഇതിന്റെ ഒപ്പം തന്നെ എനിക്ക് അടുത്ത വന്ന സിംറ്റംസ് ആണ് കോഗ്നിറ്റീവ്, നമ്മളുടെ ചിന്തയിൽ വരുന്ന കാര്യം. ഈ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് തന്നെയാണ് എനിക്ക് വന്നേ, ഓക്കെ ഞാൻ മരിക്കാൻ പോവാണ് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരാം. ഓക്കെ, അപ്പോ മരിക്കാൻ പോകണം, അല്ലെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് വരും. ഓക്കെ, എന്തോ സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാന് എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ.
ഈ പാനിക് അറ്റാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ച ആള് ബോധരഹിതനായിട്ടുണ്ടാവോ? അങ്ങനത്തെ ഒരു അവസ്ഥകളുണ്ട്? ഇല്ല ഇല്ല ഇല്ല, ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വന്ന് അതേമ്പോ തന്നെ നോർമൽ ആയിക്കോളും. ഓക്കെ. ഞങ്ങൾ ഒരാളെ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് തീരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളോടും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിനുള്ളിൽ ആൾ ഓക്കെ ആവുകയും ചെയ്തായിരുന്നു. ഓക്കെ. സാധാരണ അങ്ങനെ ഫെയിന്റ് ആവണത് പറഞ്ഞ് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടോന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മെഡിക്കൽ സൈഡില് ബിപിന്റെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ. ഇതും പറഞ്ഞ പോലെ നന്നായിട്ട് സെറ്റ് ചെയ്യണുണ്ടായിരുന്നു. അതുപോലെ ഫിംഗറൊക്കെ നന്നായിട്ട് വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷിവറിങ് ഇപ്പൊ ലിപ്പിലുള്ളായിരുന്ന മൂവ്മെന്റ്സിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതോട് കൂടെ തന്നെ ആള് ഇത് റെസ്പോണ്ട് ചെയ്യാത്ത ഇതായിരുന്നു. പിന്നെ അത് കുറച്ച് വെള്ളത്തൊക്കെ വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തപ്പോൾ ആള് കുറച്ച് ഓക്കെ ആയി. ഓക്കെ ആയപ്പോഴും സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ലതൊരു ഡോക്ടറിനെ നോക്കിയിട്ട് ഡോക്ടർ ഒന്ന് ടെസ്റ്റുകളൊക്കെ നടത്തിയ. ഡോക്ടറാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓക്കെ 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 താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കോഗ്നേറ്റീവ് സിംറ്റംസ് ആയിരുന്നു പറഞ്ഞേ. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, ഡൈയിങ് ആയിട്ടുള്ളൊരു ഫീല് വരും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് കാരണം അത്രയും രീതിയിലാണ് നമുക്ക് ആ ഒരു ഫിസിക്കൽ സിംറ്റംസ് കാണിക്കാം. അപ്പൊ നമുക്ക് ഈ ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഈ ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ത്രോട്ടിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് ചെസ്റ്റിലേക്ക് വന്ന പോലെ തോന്നിയത്. പിന്നെ എനിക്ക് ചെസ്റ്റിൽ നിന്ന് എന്റെ കയ്യിലേക്കും കാലയിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവണ പോലത്തെ ഒരു തോന്നൽ വന്നു. അപ്പോ ആ ഒരു തോന്നൽ വന്നപ്പോഴത്തേക്കും ഞാനും കരുതിയത് ഇത് വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ആ ഒരു പോയിന്റിൽ നമുക്ക് പല രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കുമല്ലോ വരാം. അപ്പോൾ ആ ഒരു നൈങ് ഫീൽ ആണോ വരണേ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തോ നമ്മളെ കൺട്രോളിൽ നിൽക്കാത്ത പോലെ തോന്നും. ഓക്കെ. അപ്പൊ എനിക്ക് ഡൈങ് ഫീലിംഗ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെ അതുപോലെ എനിക്ക് വന്നൊരു ക്ലയന്റിന്റെ കാര്യത്തില് ആൾക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിതുപോലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോകുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വരുമ്പോഴത്തേക്കും കൺട്രോൾ ലൂസ് ആവോ എന്നുള്ളൊരു തോന്നല് വരും. ഞാൻ എന്താ ഇനി ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവുന്ന പോലെയാണോ ഞാൻ കാണിക്കുക, ഈ രീതിയിലാണ് ആള് തന്നെ പറയണേ. എന്റെ കൺട്രോൾ വിട്ടു പോകുന്ന പോലെ തോന്നോ. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ തോട്ട്സ് വന്നു. കാരണം നമ്മൾ ഫിസിക്കലി അത്രയും നമുക്കൊരു ഇന്റൻസ് ഫീൽ. അപ്പൊ ആ സമയത്ത് എന്താ ഒരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ചിലപ്പോ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്തോ നമുക്ക് എന്താ സീരിയസ് ആയിട്ട് എന്തോ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ക്ലയന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു തോന്നല് വരാം. അപ്പൊ ഇത് ഇത്രയും ആദ്യം ആൾക്ക് ഫീൽ ചെയ്യുക ഷിവറിങ് ആണ്. ഷിവറിങ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ആൾക്ക് ഇതുപോലെ തന്നെ കൈയും കാലൊക്കെ ഒരു മൂവ്മെന്റ് വരുന്ന പോലെ എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ആൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ വരുന്നതാണ് ആൾക്ക് വയറുവേദന. ഭയങ്കരമായിട്ട് വയറുവേദന, ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുക. ആ ഒരു സെൻസേഷൻ ആണ് വരെ. അപ്പോൾ ക്ലാസ്സിൽ അവിടുത്തെ മാമിനൊക്കെ അറിയാവുന്ന കാരണം അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ആൾക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഫീൽ വരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നത് ഒരു പാനിക് ഡിസോർഡറിലേക്കാണ് മാറുന്നതെങ്കിൽ അവർക്ക് എപ്പോഴും ഈ എപ്പിസോഡ്സ് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലയന്റിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈവൻ എന്താ ഫുൾ ടൈം എന്തെങ്കിലും ഒരു എന്താ പറയാ ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. അപ്പോ അത് കാരണം അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്ക് എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ് അവര്. കാരണം എവിടെയാണ് എപ്പോഴാണ് ഈ ഒരു ഫീല് വരാന്നുള്ളത് അവർ അറിയുന്നില്ല. എപ്പോഴാണ് ഈ ഒരു അറ്റാക്ക് വരാന്നുള്ളത് എപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തത് എപ്പോന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആളുകളിൽ ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നു, അപ്പൊ ഇത് ഇനി അടുത്തത് എപ്പോഴായിരിക്കും വരാ, നെക്സ്റ്റ് ടൈം ഞാൻ എപ്പോഴായിരിക്കും ഫീൽ ചെയ്യുന്നത്, ഈ ഒരു തോന്നലും നമുക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്തോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സംതിങ് എന്തോ ടെറിബിൾ ആയിട്ടുള്ള എന്തോ നടക്കാൻ പോകുന്ന പോലെ. ഓക്കെ. അപ്പോ നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ റോങ് ആയിട്ടുള്ളതൊന്നും ഇല്ല. ഒരു ഡേഞ്ചർ
ആയിട്ടൊന്നും ഇല്ല. അത് നമുക്ക് അബ്സല്യൂട്ട്ലി അറിയാം. എന്നാലും നമുക്ക് എന്തോ എന്തോ ഒരു ടെറിബിൾ ആയിട്ട് നമുക്ക് സംഭവിക്കാൻ പോണെയാണോ എന്നുള്ളൊരു തോന്നൽ. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെയും കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയല്ല, ഒന്നിനെയും പറ്റി അങ്ങനെ നമുക്കൊരു സ്ട്രെസ്സർ അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാത്ത സമയത്തും പെട്ടെന്നായിരിക്കുമല്ലോ ഇത് വരാം. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നാണ് ഞാൻ മരിക്കാൻ പോവാണോ, ആ ഒരു തോന്നലും ഈ ഒരു ഫിസിക്കൽ സിംറ്റംസ് എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇമോഷണൽ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ടെറർ ഫീലിംഗ് ആയിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. പിന്നെ എക്സ്ട്രീംലി വൾണറബിൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. പിന്നെ അതുപോലെ ഫിയർ തന്നെ നമ്മൾ എന്താ പറയാ, ആ എന്താ പറയാ, ഇതിനു മുന്നേ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഫിയർ ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേഷം ഇത് നടക്കുന്ന സമയത്തും ഇതിന് ശേഷം നമുക്കൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതൊന്ന് ആ ഒരു എപ്പിസോഡ്, ഒരു അറ്റാക്ക് വന്നതിന് ശേഷം പിന്നെ ഇനി ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് അന്ന് വന്നത് ഒരു മോർണിംഗ് ആന്ന് പറഞ്ഞില്ലേ, ആ മോർണിംഗിന് ശേഷം ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇനി കിടക്കുമ്പോ ഇത് വരുമോ എന്നുള്ളൊരു തോന്നലായിരിക്കും നമുക്ക് വരാം. അപ്പോ നമുക്ക് ആ ഒരു ടെൻഷൻ ആയിരിക്കും നെക്സ്റ്റ് നമ്മളിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവാറുണ്ട്. അത് ഡ്യൂറിങ്ങിന്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ആൻ അറ്റാക്ക് നമുക്കത് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് അല്ല, അത് ഫീൽ ചെയ്തിരിക്കും. ഓക്കെ, മനസ്സിലായോ? യെസ് മാം ഓക്കെയാണ്. ഓക്കെ, ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഉള്ളൊരു കാര്യമാണ് എങ്ങനെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ളൊരു തോന്നല്. ഓക്കെ, എങ്ങനെങ്കിലും അവിടെ നിന്ന് മാറിയാൽ മതി. ഇപ്പൊ ഞാൻ കിടന്നത് എന്റെ ബെഡ്റൂമിലാണെങ്കിൽ എനിക്ക് ഉടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ റൂം മാറണം എന്നുള്ളൊരു തോന്നലായിരുന്നു ഫസ്റ്റ്. അന്നേരം അവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ളൊരു ഫീൽ ആയിരുന്നു ഫസ്റ്റ്. ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. എന്താ പറയാ, ഇപ്പൊ ചിലപ്പോ നമുക്ക് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്ക് പാനിക് അറ്റാക്ക് വന്നത് ആളുടെ റൂമിൽ കിടന്ന സമയത്തായിരുന്നു. ഓക്കെ, പിന്നെ ആൾ ആ റൂമിൽ കിടന്നിട്ടില്ല. പിന്നെ ആള് കിടക്കുന്നതൊക്കെ വേറൊരു റൂമിലാണ്, ആ റൂമിൽ കിടക്കില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആവണം എന്നുള്ള തോന്നല് വരും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം നടന്ന ഒരു സ്ഥലം ഉണ്ടാവല്ലോ, അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരു പ്രാവശ്യം വന്നത് എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അടുത്തതൊന്നും ഇതുപോലെ ഫേസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് വയ്യാന്നുള്ളൊരു ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ ചില ആളുകള് ഇപ്പൊ അത് കുറയ്ക്കുന്ന വെച്ചാൽ അവരെന്നെ ഇതെന്താന്നുള്ളത് മനസ്സിലാക്കി എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷെ കുറെ പേര് ഇപ്പോഴും അൺഅവെയർ ആണ്. ഓക്കെ, അവർക്ക് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാം, പക്ഷെ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കാണ് കൂടുതലും അവർക്ക് ആ ഒരു ഫിയർ അവരിൽ നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കും, എന്താ ചെയ്യണേന്ന് അറിയില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും വരാ. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മൾ എന്താ ചെയ്യാ, റൂട്ടീനിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ റൂട്ടീനിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴത്തേക്കും മേ ബി ഓക്കെ നമുക്ക് ഫീൽ ചെയ്യണത് ഇനി ഇത് ഓക്കെ ആയിരിക്കും തോന്നുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ആ റൂട്ടീൻസിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബിഹേവിയർ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവണം. കാരണം നമുക്കിത് വന്ന ഒരു പ്ലേസിൽ നിന്ന്, ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം എന്നാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ. ഇപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ ഒരാളുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയമേ പോകണ്ടേ എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പൊ അർജന്റ് നീഡ് ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും, റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് പിന്നീട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം, ഈ പാനിക് അറ്റാക്ക് വന്നൊരു ദിവസം ചില ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് വന്നത് രാത്രിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പേഴ്സണ് രാത്രിയാണ് വന്നത്. അപ്പൊ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാവിലെ മുതൽ രാത്രി വരെ നടന്ന കാര്യങ്ങളൊക്കെ ആൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി, ആള് ഏതോ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആള് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിനു മുന്നേ ആള് വേറെ റെസ്റ്റോറന്റിൽ പോയിട്ടൊക്കെ ഉണ്ട്, ഈ സെയിം അവിടെ പോയിട്ടൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആള് പിന്നീട് ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞല്ലോ,
പിന്നെ ആരെങ്കിലും ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആള് പോവില്ല. കാരണം ആള് വിചാരിക്കണേ അന്നത്തെ ദിവസം ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചത് കൊണ്ടിട്ട് ആ ഭക്ഷണത്തില് എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്, അപ്പൊ പോകുന്നില്ല. അപ്പൊ ചില സമയത്ത് എന്താ അവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പോലും അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. നമ്മൾ അവരെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക. അപ്പൊ ഇതുപോലത്തെ സിറ്റുവേഷൻസ് അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങാണ്. പിന്നെ അതുപോലെ റുട്ടീൻസ് ചേഞ്ച് ചെയ്യാം. കാരണം എന്തെങ്കിലും പോസിബിൾ ട്രിഗേഴ്സ് ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ റുട്ടീൻസ് ഒക്കെ അവിടെ ചേഞ്ച് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yes. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ ഒന്നാണ് ഡീറിയലൈസേഷൻ പോലത്തെ കാര്യങ്ങൾ. ഓക്കെ, ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നാണ് നമ്മളുടെ ചുറ്റുമുള്ള വേൾഡ് അൺറിയൽ ആയിട്ട് തോന്നാം. ഓക്കെ, അപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പോ ആൾക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെ പറയണ്ടേന്നുള്ളത്. നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ നമ്മൾ ക്ലയൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്താ, അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അവർക്ക് ചിലപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റണമെന്നില്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോ ഇതെല്ലാം കൂടി ഒറ്റ വാക്കിലായിരിക്കും പറയാം. അവര് ചിലപ്പോ പറയുന്നത് എന്താ, എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്തു, ഇങ്ങനെയായിരിക്കും ഒരു ഒറ്റ വാക്കിൽ ചില സമയത്ത് അവർ പറയുന്ന ഒരു രീതി. എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു, ഇടക്ക് ആ ഇറിറ്റേഷൻ വരും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്ത് ഇറിറ്റേഷൻ ആണെന്ന് വെച്ചാൽ അതൊരു ഇറിറ്റേഷൻ. പിന്നെ നമ്മൾ ലീഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ചോദിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ആ രീതിയിലേക്ക്, അപ്പോൾ ഇതേപോലെ ഈ കുട്ടി പറഞ്ഞ ഒരു കാര്യത്തില് വന്നതാണ് ആൾക്ക് ഡീറിയലൈസേഷൻ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നിങ്ങളുടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ എല്ലാത്തിനും ഡിറ്റാച്ച് ആയിട്ട് പോലെ ഒരു ഫീൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താ റിയൽ എന്താന്നുള്ളത് അറിയാൻ പറ്റണില്ല. എന്തോ ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ റിയൽ അല്ലാത്തൊരവസ്ഥയില് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ശരിക്കും ഉള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ, നമുക്ക് എല്ലാം അൺറിയൽ ആയിട്ട് തോന്നുന്ന ഒരു രീതിയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വെബിനാറിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. എന്തോ ഞാൻ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു എന്താന്ന് അറിയാത്തൊരു രീതിയിൽ ഇതിന്റെ കൂടെ ഡീറിയലൈസേഷനും ചില സമയത്ത് ആളുകൾക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ എല്ലാം ഒരാളിൽ വരണം എന്നില്ല. ഇപ്പൊ എനിക്ക് വന്നത് ഫിസിക്കൽ സിംറ്റംസ് വന്നിരുന്നു. നമ്മൾ ആ ഒരു PPT കാണിച്ച പോലെ എനിക്ക് അതിൽ കൊടുത്തിരുന്ന ചില ഫിസിക്കൽ സിംറ്റംസും പിന്നെ കോഗ്നിറ്റീവ് സിംറ്റംസും അങ്ങനെയാണ് എനിക്ക് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില ആളുകളിൽ എങ്ങനെയാ ഈ ഡീറിയലൈസേഷൻ ഫീല് വരാ, പിന്നെ അതുപോലെ തന്നെ ഡീപേഴ്സണലൈസേഷൻ ഫീൽ വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നാണ് നമ്മൾ പുറത്താണ്, നമ്മളുടെ ശരീരത്തിന് പുറത്തായ രീതിയിലുള്ള ഒരു അവസ്ഥ, ആ ഒരു രീതിയിൽ നമുക്ക് തോന്നാണ് നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ മാത്രം കേട്ടോ, ആ ഒരു ടൈമിൽ നമുക്ക് തോന്നാണ്. കാരണം ഇത്രയും ഇന്റൻസ് ആയിട്ട് ഈ ഒരു അവസ്ഥ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഈ രീതിയിലുള്ള തോന്നലുകളും ആ സമയത്ത് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം ഈ ടൈം ഒക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ സമയം എടുക്കുന്ന പോലെ ചില സമയത്ത് നമുക്ക് തോന്നും ഇപ്പൊ 5 മിനിറ്റ് കറക്റ്റ് ആ 5 മിനിറ്റ് അവർക്ക് തോന്നാ ഈ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ടൈം അത് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ രീതിയിലുള്ള തോന്നല്. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഹൈ അലേർട്ട് മോഡിലാണ് ഈ ടൈമിൽ ഉണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേഞ്ചറിനെ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രെയിൻ എപ്പോൾ റിയലൈസ് ചെയ്യുന്ന അവിടെ ഒരു റിയൽ ഡേഞ്ചർ ഇല്ല എന്നുള്ളത്, അപ്പൊ ബ്രെയിൻ കാം ആവും. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ഒരു സിഗ്നൽ ആണ് നമ്മുടെ ബോഡിയിലും നമ്മുടെ ചിന്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ രീതിയിലുള്ള സിംറ്റംസ് കാണിക്കാം. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് എന്നാൽ ചിലപ്പോ ഇത്രയും സമയം എനിക്ക് ഇതുപോലെയാണോ വന്നതെന്നുള്ളൊരു തോന്നലും ആ സമയത്ത് ചിലപ്പോ വരാം. ഓക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നാം ഞാൻ ഇനി എന്റെ ഫോർ എവർ ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് വരാ, അല്ലെങ്കിൽ ഇത് ആകെ 5 മിനിറ്റ് നിന്നുള്ളൂ പക്ഷെ എനിക്കിത് കുറേ സമയം നിന്ന പോലെ തോന്നാം, അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും തോന്നാം. ഓക്കെ, അപ്പൊ അതാണ് പെർസെപ്ച്വൽ സിംറ്റംസിൽ വരുന്ന
അപ്പൊ ഇതിന്റെ ഒരു ഏർലി മോർണിംഗ് സയൻസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഡ്രൈ ആവുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ സത്യത്തിൽ ഞാൻ ആ ടൈമില് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാ ഓക്കെ എന്റെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ഇരുന്നത്. പക്ഷെ എനിക്ക് ഓക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. ആ സമയത്ത് എനിക്ക് സൗണ്ട് കിട്ടാത്ത പോലെ ഉണ്ടായി. ഓക്കെ, എന്ന് വെച്ചാ സ്റ്റാർട്ടിങ്ങില് സ്റ്റാർട്ടിങ്ങില് എനിക്ക് തൊണ്ട ഡ്രൈ ആയെന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, ആ സമയത്ത് എനിക്ക് സൗണ്ട് കിട്ടാത്ത പോലത്തെ സൗണ്ട് ഉണ്ട്, പക്ഷെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് സൗണ്ടിൽ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുക. നമുക്കത് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്തോ ഒന്ന് ഇങ്ങനെ നമ്മളെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു തോന്നലാണ് തൊണ്ടയിലും ചെസ്റ്റിലൊക്കെ ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു വാർണിംഗ് സൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് ഒരു ടൈറ്റ്നെസ് പോലെ ഫീൽ ചെയ്യുക, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുക, ശ്വാസം കിട്ടാത്ത പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡ്രെഡ് ഫീലിംഗ് ആണ് വരണേ. വയറിലൊക്കെ നമ്മൾ ഈ മേളിൽ പോയിട്ട് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഒരു സെൻസേഷൻ ഇല്ലേ, നമ്മൾ ഈ ലിഫ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മുകളിൽ പോയിട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ജോയിന്റ് വീല് കയറുമ്പോൾ അതേ രീതിയിലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മളെ വയറിൽ ആ സമയത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ മസിൽ ടെൻഷൻ വരാൻ തുടങ്ങും. കൈയും കാലൊക്കെ തളർന്നു പോവാണോ അല്ലെങ്കിൽ വേദന എടുക്കാണോ എന്നുള്ളത് നമുക്ക് അറിയാത്ത രീതിയിൽ, പക്ഷെ വേദന എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും നമുക്ക് ഇങ്ങനെ എന്തോ ഒരു മരവിച്ച രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോവാം. അപ്പോ ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏർലി ആയിട്ട് വരുന്ന സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിക് അറ്റാക്കിന്റെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ തുടക്കമാണല്ലോ, സ്റ്റാർട്ടിങ് ആണ് ഇങ്ങനെ വന്നിട്ടാണ് ഇതിന്റെ ഇന്റൻസിറ്റി അങ്ങ് കൂടുക. അപ്പൊ അതിന് മുന്നേ നമുക്ക് അതിനെ ബ്രേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, ഇന്റർവെൻഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സില് ഓക്കെ ഓൾറെഡി വന്ന ഒരാളാണെങ്കിൽ പിന്നെ ചില സമയത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് സ്റ്റെപ്പ് കയറി പോണം, ആളുടെ ക്ലാസ്സിൽ എത്തണമെങ്കിൽ ഒരു 3-ാം നിലയിലാണ്, അപ്പൊ അത്രയും സ്റ്റെപ്പ് കയറണം. അപ്പൊ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഓൾറെഡി ആൾക്ക് പാനിക് അറ്റാക്ക് വന്ന ഒരു സമയത്ത് ഈ ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു തോന്നൽ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടി വരുന്നല്ലോ. അപ്പൊ ആള് സ്റ്റെപ്പ് കയറിയതിന്റെ ആയിരുന്നു ആ ഒരു ഫീൽ ഉണ്ടായത്. പക്ഷെ അവിടെ ചെന്നിരുന്ന സമയത്ത് ആൾക്ക് ഫീൽ ചെയ്യണേ എന്റെ നെക്സ്റ്റ് എപ്പിസോഡ് വരാൻ പോവാണ്. അപ്പൊ ഇടക്കിടക്ക് ആ ഒരു ഫിയറും കയറി വരാം ചില ആളുകളിലൊക്കെ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഫസ്റ്റ് സിംറ്റംസ് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏർലി സയൻസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നമുക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഏർലി സയൻസ് എന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിലും ഒരു തോന്നൽ, അപ്പൊ ഫസ്റ്റ് ഈ ബോഡിയിൽ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓക്കെ അപ്പൊ ബോഡിയിൽ ഇങ്ങനെ ഫീൽ ചെയ്ത് ഉറപ്പാണ് എനിക്കിത് വരാൻ പോവാണെന്നുള്ളത് ഈ പേടി ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പോയിന്റില്. ഓക്കെ, അപ്പൊ ഇതാണ് ഏർലി മോർണിംഗ് സയൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് എങ്ങനെയാ വരാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറെയൊക്കെ അത് വെച്ചിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എനിക്ക് ഒരു തോട്ടും വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ എന്ത് തോട്ടാ വന്നേ, എന്തോ ഓർത്തിട്ടാണെന്നുള്ള രീതിയിൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഓർത്തിട്ടില്ല. ഇല്ല, നമ്മൾ ഒന്നും ഓർക്കുന്നില്ല. ഞാൻ ഉറങ്ങാണ്, ഞാൻ സുഖമായിട്ട് ഉറങ്ങാണ്, ഞാൻ ഒന്നും ഓർക്കാതെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ സമയത്ത് വന്ന കാര്യം എന്താ, ഒരു പെട്ടെന്നുള്ളൊരു ഫിസിക്കൽ സെൻസേഷൻ ഫസ്റ്റ് വന്നു. ഓക്കെ, അത് വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ വന്ന് എനിക്ക് എന്തോ സംഭവിക്കാൻ പോവാണ് ഈ തോന്നുന്നു. ഈ ഫസ്റ്റ് തന്നെ എന്റെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് ഒരു ഫിസിക്കൽ സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെ ട്രിഗർ ആയി, പിന്നെ എന്റെ മനസ്സിൽ വരാണ് എനിക്കെന്തോ വലുത് വരാൻ പോവാണ്, എനിക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, കഴിഞ്ഞു എന്റെ ലൈഫ് തീർന്നു എന്നുള്ള ഒരു രീതിയിലൊക്കെ ഒരു തോന്നൽ വന്നു. ഇതിങ്ങനെ രണ്ടും കൂടി വന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ അഡ്രിനാലിനൊക്കെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ആ സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള ഒരു സംഭവത്തിന് കുറച്ചും കൂടി കൂടുതലായിട്ട് വരാൻ തുടങ്ങും. ഹാർട്ട് ബീറ്റും ബ്രീത്ത് കിട്ടാത്ത അവസ്ഥയും പിന്നെ ട്രംബ്ലിങ്, ഇതൊക്കെ കൂടുതൽ വേഴ്സൺ ആവാൻ തുടങ്ങും. കാരണം ഫസ്റ്റ് നമുക്ക് ഈ ട്രിഗർ വന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ തോട്ടിൽ നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു വന്നു. അപ്പൊ നമ്മൾ ഡേഞ്ചർ സെൻസ് ചെയ്തല്ലോ, ഡേഞ്ചർ സെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അഡ്രിനാലിൻ അവിടെ റേസ് ആയി തുടങ്ങി. അതിനുശേഷം എന്താ സംഭവിച്ചേ, എനിക്ക് ആ ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ അവിടെ കൂടാനായിട്ട് തുടങ്ങി. കാരണം ഡേഞ്ചർ ആണെന്നുള്ളതാണ് ഞാൻ സെൻസ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോ അത്രയും ഹൈ ഡേഞ്ചർ ആണ്. അപ്പൊ എന്റെ ബോഡി ആ ഒരു ഡേഞ്ചർ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹാർട്ട് ബീറ്റ് കൂടി, ബ്രീത്ത് കിട്ടുന്നില്ല, കൈയും കാലം വിറയ്ക്കാൻ തുടങ്ങി,
ശ്വാസം കിട്ടാത്ത പോലത്തെ തോന്നല്, വയറ് വേദന, ഛർദ്ദിക്കാൻ വരാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ തോന്നി തുടങ്ങി. അപ്പോ എനിക്ക് വീണ്ടും എന്റെ മനസ്സിലേക്ക് എന്താ വരണേ, ഓക്കെ ഡേഞ്ചർ ഉറപ്പിച്ചു അല്ല, എന്തോ കാര്യം ഇത് എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല, എന്തോ കാര്യം ശരിക്കും വരുന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് എല്ലാം കൂടി വന്ന് റേസാം. അപ്പൊ നമ്മള് ഈ സാധാരണ ഈ നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോ തലവേദന, തൊണ്ടവേദന, ചെവി വേദന അങ്ങനെയൊന്നല്ല. അപ്പൊ നമുക്ക് ആ ഒരു പാർട്ടിൽ നമ്മൾ ഇതില് വേദന എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോ ചിലപ്പോ അങ്ങനെ വിചാരിക്കും. അങ്ങനത്തെ ഒരു വേദന അല്ല, എല്ലാം കൂടി ഒരുമിച്ച് നമ്മള് പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു തോന്നല് ബോഡിയിൽ, ആ ഒരു രീതിയിലാണ് ഇത് വരാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാം കൂടി ഒരു പാനിക് അറ്റാക്കിന്റെ എപ്പിസോഡ് വന്നു കഴിയുമ്പോ പിന്നെ നെക്സ്റ്റ് വരുന്ന ആ ഒരു സൈക്കിളിൽ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിയർ ഓഫ് നെക്സ്റ്റ് അറ്റാക്ക്, നെക്സ്റ്റ് എന്നുള്ളൊരു തോന്നലിലേക്കാണ് പോണേ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് കുറച്ചും കൂടി ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പൊ നെക്സ്റ്റ് ടൈം, അപ്പൊ അതിനുശേഷം എനിക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് ട്രിഗർ വന്നു. പക്ഷെ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്കത് അവിടെ സ്റ്റോപ്പായി. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോഴേക്കും കുറെയൊക്കെ നമുക്ക് അത് വരാതിരിക്കാൻ ആയിട്ട് സാധിക്കും. ഓക്കെ, എന്റെ ക്ലയൻസിലും അത് പോസിബിൾ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ കേട്ടോ. അപ്പൊ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ നെക്സ്റ്റ് അറ്റാക്കിന്റെ ഫിയർ വന്നാലും ശരി, ഓക്കെ എനിക്കിതിപ്പോ അറിയാലോ, അപ്പൊ എനിക്കിത് ട്രൈ ചെയ്യാം, എനിക്കിത് മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും നമ്മൾ സേഫ് ആണെന്നുള്ള തോന്നലും ആ ടൈമിൽ നമുക്ക് കിട്ടണം. നമ്മൾ സേഫ് ആണ്, ഓക്കെ ഞാൻ റിയാലിറ്റിയിൽ തന്നെയാണ് ഉള്ളത്, ഈ ഡീറിയലൈസേഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ റിയാലിറ്റിയിൽ തന്നെയാണ് ഉള്ളത്, ഞാൻ സേഫ് ആണ്, എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു തോന്നല് നമുക്ക് ആ സമയത്ത് ഒരാൾ നമ്മൾ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു തോട്ട് വരാനും ആ സമയത്ത് അത് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മളിത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇതിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ഒരു ട്രിഗർ വരാ, പിന്നെ നമ്മൾ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ്, പിന്നെ അതിനുശേഷം എന്റെ അഡ്രിനാലിൻ റേസ് ആവാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ത്രോട്ട് പെയിൻ, പിന്നെ എനിക്ക് ഫിയറിന്റെ ഡൈ ചെയ്യാൻ പോകുന്നുള്ള തോന്നല്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം വന്ന് കൂടിയതിന് ശേഷം ഓക്കെ പിന്നെന്താ സംഭവിച്ചേ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരും. പക്ഷെ നെക്സ്റ്റ് എപ്പോ വരും എന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലായപ്പോഴത്തേക്കും ആ ഒരു ഫിയർ എനിക്ക് അവിടെ റെഡ്യൂസ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈക്കിള് വരണേ. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ Yes, okay, ma'am. Okay. ഓക്കെ. ഇനി ഇതിന്റെ നമ്മളൊരു കോസസ് നോക്കുകയാണെങ്കിൽ ഇപ്പോ ജനറ്റിക് പരമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സെൻസിറ്റീവ്നെസ് കൂടുതലാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെയും കൂടി നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ ചെയ്യാ, നമുക്ക് ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് എപ്പിസോഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ പറയും, എന്തെങ്കിലും പെട്ടെന്ന് ആ ഒരു ഫീല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിക് അറ്റാക്ക് ആന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കണ്ട. അങ്ങനത്തെ ഒരു തോന്നൽ അവർക്ക് വരാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി നോക്കണം എന്നുള്ളതും പറയാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് നമുക്കത് ക്ലിയർ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് കുറച്ചും കൂടി ക്ലയൻസിന് നല്ലതാണ്. കാരണം അങ്ങനെ വരുമ്പോഴേക്കും എന്താ കുറച്ചും കൂടി നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്കുള്ള ഫിയർ കുറഞ്ഞു കിട്ടാനായിട്ടും കൂടി അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നെർവസ് സിസ്റ്റത്തിന്റെയും ബ്രെയിൻ കെമിസ്ട്രി ഇംബാലൻസസ് ഒക്കെ കാരണം അത് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണേ. പിന്നെ സൈക്കോളജിക്കൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് വരാ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ ഹിസ്റ്ററി ഉണ്ടെങ്കിലും, പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ഒരു വേർസ്റ്റ് ഔട്ട്കം ആണ് നമ്മളിങ്ങനെ എപ്പോഴും അസ്യൂം ചെയ്യുന്നത്, ആ രീതിയിലേക്കാണെങ്കിലും ഇത് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ അപ്പൊ ചിന്തിച്ചിട്ട് എപ്പോ വരുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു രീതിയിലാണ് എന്നാണെങ്കിലാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരിക. പിന്നെ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസ് നമ്മൾ കടന്നു പോയിട്ടുണ്ട്, സഡൻ ലൈഫ് ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതിന് കോസസ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പൊ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്നു, അപ്പൊ ചിലപ്പോൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ല, തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിനൊരു കോസ് ഉണ്ടല്ലോ, വേറെ ഒന്നും ഇല്ലെങ്കിൽ. അപ്പൊ ഡോക്ടർ ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ തണുത്ത വെള്ളം കുടിച്ചില്ലേ എന്നുള്ളത് ചോദിക്കില്ലേ. പക്ഷെ ഇതില് പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ അടുത്ത് അന്ന് ചോദിച്ചല്ലോ, തൊട്ട് മുന്നേ എന്താ ചിന്തിച്ചെന്ന് എന്റെ ഫാമിലിയിലെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്കും
എന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഉറക്കം ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും അതൊക്കെ ശരിക്കും എന്നെ ഇതിലേക്ക് ലീഡ് ചെയ്തതായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ പലർക്കും പല കോസസ് ആയിരിക്കും ഉണ്ടാവും. നമുക്ക് ഇന്നൊരു കോസ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇതുകൊണ്ടാണെന്നുള്ളതല്ല, പല രീതിയിൽ പല കോസസും ഇതിലേക്ക് നയിക്കാൻ കാരണമാണെന്നാണ് പറയണേ. അപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ളത് ഉണ്ടാവാം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോസസ് ഉണ്ടാവാം, അതുപോലെ തന്നെ എൻവയൺമെന്റൽ ആയിട്ടുള്ള കോസസും ഉണ്ടാവാം എന്നാണ് പറയണേ. പിന്നെ ഈ പാനിക് അറ്റാക്കിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഇന്ന സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അത് വരും. ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ചില കാര്യങ്ങളോട് പേടിയാണ്. ഓക്കെ, ആ പേടി നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലേസിൽ പോകുമ്പോൾ ഇത് വരും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അതങ്ങനെ തോന്നി ആ ഒരു ഫിയർ ഹൈ ആകുമ്പോഴത്തേക്കും മേ ബി ഒരു പാനിക് അറ്റാക്ക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വാർണിംഗ് ഇല്ലാതെ അങ്ങനെ നേരത്തെ മുന്നത്തെ ട്രിഗർ ഒന്നുമില്ല, നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വരാം. പിന്നെ അതുപോലെ തന്നെ സിറ്റുവേഷനലി വരാം. ചില സിറ്റുവേഷൻസിൽ മാത്രം, ചില സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം മാത്രമായിരിക്കാൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും എല്ലാവർക്കും വരാം. വല്ല ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടാവും, അത് ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം വരാം. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ഇപ്പൊ ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ അത് അവർക്ക് ആ പേടി സ്ഥിരം ഉണ്ട്. അപ്പൊ ആ ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് ഇതിന് മുന്നേ വന്നേ, രണ്ടാമത്തെ പ്രാവശ്യം അവർക്ക് ലിഫ്റ്റിൽ കയറാനായിട്ട് പേടിയായിരിക്കും. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്തിരിക്കും ചിലപ്പോൾ അവര് കയറുമ്പോൾ അവർക്ക് അത് വരും ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അത് എക്സ്പെക്റ്റഡ് ആണ്. ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് വാർണിംഗ് ഒന്നും ഇല്ല, ട്രിഗർ ഒന്നും ഇല്ല. ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുക, അവർക്ക് ആ ഒരു എപ്പിസോഡ് വരാം. പിന്നെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്, അപ്പൊ അവരെ സംബന്ധിച്ച് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടല്ല ഉണ്ടാവുക. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടൈമിൽ അവർക്ക് എന്തായിരിക്കും, ആ ഒരു സമയത്ത് മാത്രം അവർക്ക് വന്നു പോയതായിരിക്കും ചില സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ. ഇപ്പോ ഒരു പ്രാവശ്യം ട്രെയിനിൽ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് പോയ സമയത്ത് വന്നു, പക്ഷെ പിന്നീട് ഒരിക്കലും അവിടെ വന്നിട്ടില്ലെങ്കിൽ അത് സിറ്റുവേഷനലി പ്രീഡിസ്പോസ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വന്നത് എങ്ങനെയാ, എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് വാർണിംഗ് ഒന്നും ഇല്ലാതെ ഉറങ്ങുന്ന ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. അപ്പൊ ചില ആളുകൾക്ക് എങ്ങനെയാ, ചിലർക്ക് ഓൾറെഡി ഇവർക്ക് എന്തെങ്കിലും പ്ലെയിനിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകുന്ന സമയത്തോ ലിഫ്റ്റിൽ കയറുന്ന സമയത്തോ പബ്ലിക് സ്പീക്കിങ്ങിലോ ഇതിലൊക്കെ അവർക്ക് ഓൾറെഡി പാനിക് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവിടെ അവർക്ക് ഈ അറ്റാക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞതൊരു ഈ പാനിക് ഡിസോർഡറിന്റെ ഒരു സിംറ്റം ആണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയാം. അപ്പൊ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റാക്ക് ഈ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഈ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പാനിക് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് പെർസിസ്റ്റന്റ് വെറി ആയിരിക്കും എന്തായിരിക്കും ഫ്യൂച്ചറിൽ വരാം. അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്ന വെച്ചാൽ മൊത്തത്തില് വീട്ടില് ആയിപ്പോകുന്ന ഒരവസ്ഥ. ഓക്കെ, ചിലപ്പോൾ അവര് പുറത്തു പോയ സമയത്തൊക്കെ ഇത് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നെ അവരെന്തായിരിക്കും ചെയ്യുക, അവര് വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവരിയ്ക്കുന്നുണ്ടാവുക. അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവര് ആ ഫ്യൂച്ചർ അറ്റാക്കിനെ പേടിച്ചിട്ട് എന്തായിരിക്കും, ആ ഒരു അകത്ത് തന്നെ ഇരിക്കാനായിരിക്കും ചിലപ്പോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യങ്ങൾക്കും പുറത്തേക്ക് അവരിറങ്ങുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ എന്താ, ആരെങ്കിലും ഇത് കാണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് മനസ്സിലാവോ എന്നുള്ള പേടി. ഓക്കെ, അതുകൊണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വന്നു കഴിയുമ്പോ വേറെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതാണ് വന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എനിക്കിത് എവിടെയെങ്കിലും വെച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ളവരെന്നെ ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റോ എന്നുള്ളപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഫിയർ ആണ് മുന്നിൽ നിൽക്കുന്നത്. അറ്റാക്കിനെക്കാളും ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നാൽ പിന്നെ ഫിയർ ആയിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പോ പിന്നെ എന്ത് ചെയ്യും, ഇവര് കുറെ കാര്യങ്ങള് അവോയ്ഡൻസ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇവരുടെ മൊത്തം ആ ഒരു ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ പാനിക് ഡിസോർഡറിന്റെ ഒരു ക്രൈറ്റീരിയ ഒന്നും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ പാനിക് അറ്റാക്ക് തന്നെ എന്ത് ഈ എപ്പിസോഡ്സ് ഒക്കെ റെക്കറന്റ് ആയിട്ട് വന്ന് അവരുടെ ലൈഫിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്ന് അതൊരു പാനിക് ഡിസോർഡർ ആയിട്ട് മാറാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പാനിക് അറ്റാക്ക് വരുമ്പോൾ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഡിസോർഡറിലേക്ക് പോവാതെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ എല്ലാവർക്കും പോസിബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവര് ഉള്ള സിറ്റുവേഷൻസ്, അവർക്ക് നമ്മൾ പറയുന്ന ചേഞ്ചസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ആ ഹെൽപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ് അവർക്ക് അത് അറ്റാക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായോ? ഓ, മനസ്സിലായി.
മാം ആ ഇതില് നമ്മൾ ഇപ്പം ഇതില് ഞാൻ 2-3 വട്ടം ലെഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നമ്മളത് റിക്കവറി ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞായിരുന്നോ? പറയാൻ പോവാണ്. ഇല്ല ഇത് നമ്മളെ നെക്സ്റ്റ് ഒരു വെബിനാറ് നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ആ. പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഒരു തെറാപ്പിസ്റ്റിനെ കാണാനോ ഡോക്ടറിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു വെബിനാർ ചെയ്യാം. ഓക്കെ മാം. ഓക്കെ. അപ്പൊ അതിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഹെൽപ്പ് ചെയ്ത കാര്യം തന്നെ ഫസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് എല്ലാ പോസിബിൾ ആയിട്ടുള്ള മെഷേഴ്സ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ. അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിൻബിൾ അക്കാഡമീനെ കോൺടാക്ട് ചെയ്യുക. അക്കാഡമിയിൽ നിന്ന് നമ്പർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സെഷൻ എടുക്കണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അതും കൂടി നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് ഉപകരിക്കും. ഓക്കെ. ഇപ്പോ ക്ലിയർ അല്ലേ ഇന്നത്തെ? ഓ ക്ലിയർ ആണ്, അതുവരെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ഞാൻ ഈ PPT ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ ആദ്യം കയറിയില്ല, ഞാൻ ഇപ്പോഴാണ് കയറിയത്. ഒരു ആ സംശയം, പാനിക് അറ്റാക്ക് വരുമ്പോൾ ചിലർക്ക് അതിന്റെ കൂടെ ഒരു ഛർദിയൊക്കെ വരില്ലേ? ആ വരും വരും വരും. അതേപോലെ നല്ല ഇമോഷണൽ അബ്യൂസ് ഒക്കെ കിട്ടിയ അങ്ങനെയാണ് ഈ പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങിയതെങ്കിൽ പിന്നീട് ആ സാഹചര്യത്തിലുണ്ടായ ആളുകളെ കാണുമ്പോഴൊക്കെ വീണ്ടും വരില്ലേ? അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് വീണ്ടും റെക്കറന്റ് ആയിട്ട് വരാണെങ്കിൽ ഒരു പാനിക് ഡിസോർഡർ ആയിട്ട് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവാം. ഇപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുക, അതല്ലേ അതിന്റെ ലക്ഷണം? ഞാൻ ആദ്യം കേട്ടില്ല, അതാണ്. അതിന് പല കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരാ, പെട്ടെന്ന് ടോയ്ലറ്റിൽ പോവാൻ തോന്നാ, കൈയും കാലൊക്കെ മരവിക്കുന്ന പോലെ, ഷിവറിങ്, അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ട്. ഓക്കെ. അതേപോലെ രാത്രി ഉറങ്ങുന്ന ടൈമിലും ഇത് ഭയം കൊണ്ട് പിന്നെയും വരാലോ അല്ലെ? സ്വപ്നമൊക്കെ കണ്ട് ഇതേ സെയിം ഉറങ്ങുന്ന സമയത്ത് വരാം. കാരണം നമുക്ക് ഉറങ്ങുമ്പോൾ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞു നമ്മള് സ്വപ്നം കാണണമെന്നില്ല. ചില ടൈമില് ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടും പാനിക് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ട്രോമയായി ഉറക്കത്തിലും വന്നാൽ വരാം. പിന്നെ ആ വ്യക്തികളെയൊക്കെ കാണുമ്പോൾ പിന്നെയും പാനിക് അറ്റാക്ക് വരാനും ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടാനുള്ള കാരണം ഇത് ട്രോമയായി മാറിയോണ്ടായിരിക്കൂലേ? അത് ആങ്സൈറ്റി റിലേറ്റ് ചെയ്ത് ആങ്സൈറ്റി അറ്റാക്ക് പോലെ നമുക്ക് ഇങ്ങനെ ഫുൾ ലോങ് ആയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം വരുന്നതാണോ എന്ന് നോക്കണം. ഇപ്പൊ അബ്യൂസ് ഒക്കെ നേരിടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ അബ്യൂസിന്റെ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറവ് വരും. ഓക്കെ, താങ്ക് യു. ഞാൻ മുഴുവൻ ക്ലാസ് കേൾക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. Okay. Thank you all. Thank Good you, ma'am. night. Thank Good you, night. ma'am. Thank you.